നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായ Y20G എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവുമാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു മോഡലാണ് Y20G എന്ന ഫോണിൻ്റെ അൺബോക്സിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തത്. അതുപോലെ എൻ്റെ വീഡിയോകൾ കാണുന്നതിൽ 97% ആളുകളും വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എൻ്റെ വീഡിയോകൾ കർശനമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവർ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായിട്ട് ഫോണിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Y20G എന്ന മോഡലിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ തന്നെ Y20G എന്ന ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4GB RAM 64GB സ്റ്റോറേജുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ തന്നെ സെയിം ഒരു 6GB RAM 128GB സ്റ്റോറേജുള്ള മറ്റൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ വൈസ് ആയാലും ബാക്കി സ്പെസിഫിക്കേഷൻ വൈസൊക്കെ സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 എന്ന മോഡലിൻ്റെ സെയിം ഒരു ബോക്സാണ് വരുന്നത്. അതുപോലെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു G80 ഒരു ഗെയിമിംഗ് പ്രൊസസ്സറാണെന്ന് കൊടുത്തിട്ടുണ്ട്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിവോയുടെ എല്ലാ മൊബൈലുകളും പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ സ്റ്റാഫുകളെ കൊണ്ട് നിർമ്മിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുള്ളത്, അതുപോലെ IMEI നമ്പർ ഡീറ്റെയിൽസ്, പിന്നെ സാർ വാല്യൂ ഡീറ്റെയിൽസ്, അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ വിവോയുടെ ഫോണിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ ബോക്സിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ വാറൻറ്റി പേപ്പേഴ്സ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ യൂസർ ഗൈഡ്, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഈ ചെറിയൊരു ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് മൊബൈൽ മാറ്റി വെച്ച് ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഫോണിൻ്റെ ബോക്സ് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഒരു ചാർജർ അഡാപ്റ്ററാണ്. ബോക്സിൽ എഴുതിയിട്ടുള്ള പോലെ തന്നെ ഒരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജ് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു ചാർജറാണ്. അതുപോലെ തന്നെ അതിന് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്സറീസൊക്കെയാണ് നമുക്ക് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് കിട്ടുന്ന ആക്സറീസ്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 എന്ന മോഡലുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഫോണിനകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യാനായിട്ട് ഇത്ര വൈകിയത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 എന്ന മോഡലുമായിട്ട് കാര്യമായിട്ട് ഡിസൈൻ വൈസ് ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ കളറിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. 2 കളറുകളാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറും അതുപോലെ ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്യുവറിസ്റ്റ് ബ്ലൂ എന്ന ഒരു കളറാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ തന്നെ അൺബോക്സിനായിട്ട് എടുത്തത്. കാരണം ഒരു നല്ലൊരു മാറ്റ് ഡിസൈനാണ് കൊടുത്തുള്ളത്. മുൻപ് ഇറങ്ങിയ മോഡലൊക്കെ ഒരു ഗ്ലോസി ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുന്നൊരു ഡിസൈനാണെങ്കിൽ ഇതൊരു മാറ്റ് ഡിസൈനാണ്. നമുക്ക് അത്യാവശ്യം അഴുക്കുകളോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്കൊന്ന് അമർത്തി തുടച്ചാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് വിവോയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ഒക്കെ ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറ സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു ട്രിപ്പിൾ ക്യാമറ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുള്ളത് കാണുന്നത്. വളരെ മനോഹരമായ കളറാണ്. നമുക്കിങ്ങനെ പല ആംഗിളിലേക്ക് തിരിക്കുമ്പോൾ മറ്റൊരു ഷെയ്ഡ് കൂടി കാണുന്ന രീതിയിലുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് മൈക്രോ USB ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൂടി നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ഹെഡ്സെറ്റ് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. ഡിസൈൻ വൈസ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെയേറെ സാറ്റിസ്ഫൈ ആവുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡലിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോൺ ഓണാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഫോൺ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകളും അതുപോലെ തന്നെ റിവ്യൂകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് വളരെയേറെ ഓഫർ പ്രൈസിനും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിനും ഒക്കെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിവോ Y20G എന്ന ഫോൺ ഓണായിട്ടുണ്ട്. നമ്മൾ ഓണായി കഴിയുമ്പോൾ കാണുന്ന ഒരു സ്ക്രീനാണിത്. ഇതൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ ബ്രൈറ്റ്നെസ് ഉള്ള നല്ലൊരു കളർഫുള്ളായ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ വളരെ ബ്രൈറ്റാണ്, നല്ലൊരു കളർഫുള്ളായുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അരികുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം വളരെ വെസൽലെസ് ആയിട്ട് ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ സെൻട്രലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോകളോ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റഡി ആയിട്ടും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അതുപോലെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് ഒരു കോണിംഗ് കൂറിലെ ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഴ്ച ഒന്ന് വീണ് കഴിഞ്ഞാലും ഇത് ഫോണിനകത്ത് യാതൊരുവിധ കംപ്ലയിൻറ്റും വരാൻ സാധിക്കില്ല. മാത്രമല്ല നമുക്കറിയാം വിവോയുടെ ഫോണുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി കിട്ടുന്ന ഒരു മൊബൈലാണ്. ഒരുപാട് നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽസാണ് വിവോ പുറത്തിറക്കുന്നത്. ഇനി ഫോണിൻ്റെ ടച്ച് റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ടച്ച് റെസ്പോൺസാണ്. നമ്മൾ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുന്ന ആളാണെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. പോരാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു G80 എന്നൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഹാങ് ആവാതെ തന്നെ ഇതിൻ്റെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിലെ ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും കുത്തിക്കയറ്റി വെച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. ഇതിനകത്ത് എന്നാൽ ഫോൺ പേയോ അതുപോലെ മോജ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഇൻബിൽട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത്തരം അനാവശ്യമായ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് വൈസ് ആയാലും നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അതുപോലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലായാലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ആൾക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസിലാണ് ഈ ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഫോൺ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും എനിക്ക് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നി. സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്, പിന്നെ IMEI നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു 4GB RAM 64GB സ്റ്റോറേജ് ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 6GB RAM ഉള്ള മറ്റൊരു വേരിയൻറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന ഒരു മൊബൈലാണ്. അതായത് ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് Y20G എന്ന് പറയുന്നത്. ഭാവിയിൽ ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷൻ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. നിലവിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് ഇതിൽ കൂടെ വരുന്നത്. അതുപോലെ തന്നെ വിവോയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ FunTouch 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ടോട്ടലി ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് Y20G എന്ന് പറയുന്നത്. ഇതിനകത്ത് സോഫ്റ്റ്വെയറും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ അതിൻ്റെ ഒരു സെറ്റിങ്സും ഇൻ്റർഫേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ കളർഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിനെ നോക്കാം. അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നത് മെയിൻ റിയർ ക്യാമറ 13 മെഗാപിക്സലാണ് മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. 13 മെഗാപിക്സലായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. ഇതൊരു മെയിനായിട്ടൊരു ക്യാമറ ഓറിയൻറ്റഡ് മൊബൈലല്ല എങ്കിൽ കൂടി ക്യാമറയ്ക്ക് കൂടി അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ ലൈവായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മൾ സൂം ചെയ്താലും ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും പോകാത്ത രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും ഉള്ളൊരു മൊബൈലാണ് Y20G എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട്. ഇപ്പോൾ ക്യാമറയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഈ ക്യാമറയെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് നമുക്ക് റിയർ ക്യാമറയ്ക്കകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് പനോരമ മോഡ് വരുന്നുണ്ട്, അതുപോലെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. അപ്പോൾ മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഫോട്ടോ, അതുപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, ഡോക്യുമെൻ്റ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ച് മാത്രമുള്ള സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ക്യാമറ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അത് ബൊക്കെ മോഡും അതുപോലെ തന്നെ സൂപ്പർ മാക്രോ മോഡും വരുന്നുണ്ട്. നമുക്ക് 4 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ട് നമുക്ക് മാക്രോ ഷോട്ടുകൾ ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ബൊക്കെ മോഡും ഈ ഫോണിനകത്ത് അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 8 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു
ക്വാളിറ്റി ഉള്ളൊരു സെൽഫി നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു സെൽഫിയാണ്, നമുക്ക് കാണാൻ സാധിക്കും. സൂം ചെയ്താലും ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും പോകുന്നില്ല. അതുപോലെ ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് യൂസ്ഫുള്ളാണ്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. ലോ ലൈറ്റിലായാലും നല്ല രീതിയിലുള്ള സെൽഫികൾ നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫിയിലായാലും ക്യാമറയിലായാലും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അതിപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വിവോയിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഐ മാനേജർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ നമുക്ക് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അനായാസം നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോണിൻ്റെ തന്നെ ഇൻബിൽറ്റ് ആപ്പായിട്ടുള്ള വൈറസ് സ്കാനറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറസോ കാര്യങ്ങളൊക്കെ ഈ ഫോണകത്ത് ഇൻബിൽറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഇതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിനകത്ത് വാട്സപ്പ് ക്ലീൻ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളോ വാട്സപ്പ് ഫോട്ടോകളൊക്കെ നമുക്ക് അത് ഓരോ മന്ത് വൈസായിട്ടോ അല്ലെങ്കിൽ വീക്കിലിയോ നമുക്ക് ഓരോ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അത്തരം ഐ മാനേജർ പോലുള്ള കാര്യങ്ങൾ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഫോണാണ് Y20G എന്ന് പറയുന്നത്. പിന്നെ ജോബി ഹോം എന്നൊരു ഓപ്ഷൻ വിവോയുടെ ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫോൺ എത്ര നേരം ഉപയോഗിച്ചു, എത്ര മിനിറ്റ് ഉപയോഗിച്ചു, എത്ര തവണ ലോക്ക് തുറന്നു, അതുപോലെ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്, അതുപോലെ ഈ ഫോൺ എത്ര പ്രാവശ്യം ബാക്കി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ജോബി എന്നൊരു ഓപ്ഷനിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഫോൺ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെത്ര നേരം ഈ ഫോണിൽ ഗെയിം ചെയ്തു, അതുപോലെ എത്ര നേരം ഉപയോഗിച്ചു, ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും എന്നുള്ളത് ഈ ഫോണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചാർജിങ് കപ്പാസിറ്റി കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആയാലും അല്ലെങ്കിൽ ഗെയിമിങ്ങിനായാലും സമയത്തായാലും നമുക്ക് ഒരുപാട് നേരം നമുക്ക് ഈ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. നമുക്കിനി ഫോണിൻ്റെ സാർ വാല്യൂ കാര്യങ്ങൾ നോക്കാം. *#07# എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫോണിൻ്റെയും സാർ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ സാർ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.60 മാത്രമാണ് ഈ ഫോണിൻ്റെ സാർ വാല്യൂ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. കാരണം വളരെയേറെ റേഡിയേഷൻ കുറഞ്ഞൊരു മോഡലാണ് വിവോ Y20G എന്ന് പറയുന്നത്. ഞാൻ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത കുറേ ഫോണുകൾക്കകത്ത് നമ്മൾ 1 ഒക്കെ സാർ വാല്യൂ കണ്ടിട്ടുണ്ട് എന്നെങ്കിൽ കൂടി ഈ ഒരു മോഡലകത്ത് ഹെഡിനും ബോഡിക്കും സാർ വാല്യൂ എന്ന് പറയുന്നത് 0.60 മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ റേഡിയേഷനും കുറവുള്ള ഒരു മോഡലാണ് Y20G എന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഈ ഫോണിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4GB റാം അതുപോലെ 6GB റാമിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നത്. സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അത് 0.248 സെക്കൻഡിൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 13 MP റിയർ ട്രിപ്പിൾ ക്യാമറ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. 8 MP ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 എന്നൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് സമയത്തൊന്നും യാതൊരു ഹാങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതുപോലെ ഈ ഫോണിൻ്റെ ബാക്ക് ഡിസൈനൊക്കെ ആയാലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച രീതിയിലുള്ളൊരു മൊബൈൽ തന്നെയാണ് Y20G എന്ന് പറയുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 എന്ന മോഡലിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് ഇറങ്ങിയൊരു മോഡലാണ് Y20G എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് എ ലോട്ട്.